अस्सलामु अलैकुम वरहमतुल्लाह। डॉक्टर भीमराव अंबेडकर। अंबेडकर का असल नाम, डॉक्टर अंबेडकറിൻ്റെ യഥാർത്ഥ നാമം ഭീംറാവു സക്പാൽ ധ ഭീംറാവു സക്പാൽ എന്നായിരുന്നു. അദ്ദേഹം 14 अप्रैल 1891 को मध्य प्रदेश के कस्बे महू में पैदा हुई. അദ്ദേഹം ഏപ്രിൽ 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മഹു എന്ന് പറയുന്ന ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഉൻകാ താലുഖ്, അദ്ദേഹത്തിൻ്റെ ബന്ധം മഹാരാഷ്ട്രയിലെ മഹാർ ഖാൻദാൻ സേധ, മഹാർ കുടുംബവുമായിട്ടായിരുന്നു. ഇസ് ജമാനെ മേം, ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ചൂത് ചാത് കി വബ, ചൂത് ചാത്ത് എന്ന് പറഞ്ഞാൽ ഐത്തം, തൊട്ടുകൂടായ്മ എന്ന വബ, പകർച്ചവ്യാധി, ആംധി, അത് എന്താ പറയുക, വ്യാപിച്ചിരുന്നു. അപ്പം ഈ ചൂത് ചാത്ത്, ഐത്തം, ജാതിയുടെ പേരിൽ മനുഷ്യനോട് ഐത്തം കൽപ്പിച്ചിരുന്ന ആ ഒരു സമ്പ്രദായം വ്യാപകമായിരുന്നു, ഒരു മഹാമാരിയായി വ്യാപിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഡോക്ടർ അംബേദ്കർക്കോ ബച്പൻ ഹി സെ, ഡോക്ടർ അംബേദ്കറിന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇസ് കിസ്മക്കെ, ഇത്തരത്തിലുള്ള ഭേദ്ഭാവ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ, വിവേചനവും, അതുപോലെ തന്നെ അതുപോലെ തന്നെ അനീതിയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്ന കർണ പട എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക. ഏക് ദഫ, ഒരിക്കൽ സ്കൂൾ ജാ രഹേ ഥേ, അദ്ദേഹം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജോർ കി ബാരിഷ് ശുറൂ ഹോ ഗയി, അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഏക് മകാൻ കി ദീവാർ കെ സഹാരെ ഖഡേ ഹോന ചാഹ്തേ ഥേ, ഒരു സ്ഥലത്തെ മതിൽ, ആ മതിലിനോട് ചാരി ഖഡേ ഹോന ചാഹ്തേ ഥേ, നിൽക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. മക്കാൻ കി മാലിക, ആ സ്ഥലത്തെ ഉടമസ്ഥൻ ഉനേം, അദ്ദേഹത്തെ ചീത്ത പറയുകയും. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്തിന് ചുറ്റുണ്ടായിരുന്ന ആ മതിലിനോട് ചാരി നിന്ന് മഴ കൊള്ളാതിരിക്കാൻ. ആ സമയത്ത് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അത് കണ്ടു. അദ്ദേഹം അംബേദ്കറിനെ ചീത്ത പറയുകയും വഹാൻസെ, അവിടെ നിന്നും ചലേ ജാനെ പർ, പോകാൻ വേണ്ടി മജ്ബൂർ കർ ദിയ, നിർബന്ധിക്കുകയും ചെയ്തു. നഹീം ചാഹ്തി ഥി, അതിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിച്ചിരുന്നില്ല. ചോട്ടി ദാത് കാ കോയി ഫർദ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളും തന്നെ ഉസ്കെ മക്കാൻ കി ദീവാർ കെ പാസ്, അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തെ മതിലിൻ്റെ അടുത്ത് ഖടാരഹെ, നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ചൊട്ടി എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതി, ദാത്ത് എന്ന് പറഞ്ഞാൽ ജാതി. അപ്പോൾ തൻ്റെ മതിലിന്മേൽ വരെ ഒരു താഴ്ന്ന ജാതിക്കാരൻ തൊടാൻ പാടില്ല എന്നായിരുന്നു ആ മനുഷ്യൻ്റെ മനസ്സ്. അപ്പോൾ അത്രയും എന്താ പറയുക, ഗുരുതരമായിരുന്നു അന്ന് ജാതി ഐത്തം. ഡോക്ടർ അംബേദ്കർ അപ്പനെ ഉസ്താദോം കാ, ഡോക്ടർ അംബേദ്കർ തൻ്റെ അധ്യാപകരോട് ബേഹദ് ഇഹ്തിറാം കർത്തേ ഥേ, അതിയായ എന്താ പറയുക, ഇഹ്തിറാം കർത്തേ ഥേ, ആദരവ് പ്രകടിപ്പിച്ചത്. സിതാരയിലെ ഒരു സ്കൂളിൽ അംബേദ്കർ നാമി, അംബേദ്കർ എന്ന പേരുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദാത് പാത് കി, ജാതിയുടെ പേരിലുള്ള തഫ്രീഖോ, ജാതി വിവേചനത്തെ, ദാത് പാത് കി തഫ്രീഖ്, ജാതി വിവേചനത്തെ അദ്ദേഹം നഹീം മാൻതേ ഥേ, അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സബ്കെ സാത്ത് ബരാബരി കാ സുലൂക്ക് കർത്തേ ഥേ, അദ്ദേഹം എല്ലാവരോടും ബരാബരി കാ സുലൂക്ക് കർത്തേ ഥേ, ഒരുപോലെ സമത്വപൂർണമായി പെരുമാറിയിരുന്നു. സുലൂക്ക് എന്ന് പറഞ്ഞാൽ പെരുമാറുക.
വോ അദ്ദേഹം ഭീംറാവു കോ ബഹുത് ചാഹത്തെ थे, അദ്ദേഹം ഭീംറാവുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. തൻ്റെ ശിഷ്യനായ ഭീംറാവുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം. ഉസ്താദ് ഓർ ഷാഗിർദ് കാ യേ റിഷ്തെ, ഉസ്താദും അധ്യാപകനും വിദ്യാർത്ഥിയും ശിഷ്യനും തമ്മിലുള്ള, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഈ ഒരു ബന്ധം, യേ റിഷ്തെ, ഈ ഒരു ബന്ധം ഐസ മസ്ബൂത്ത് ഹുവ, ഇത്രത്തോളം അത് ശക്തമായി ദൃഢമായി. ഇത്രത്തോളം എന്നറിയോ, ആകെ ചൽക്കർ, മുന്നോട്ട് പോയപ്പോൾ, കാലം മുന്നോട്ട് പോയപ്പോൾ, വോ ഭീംറാവു സക്പാൽ സേ, അദ്ദേഹം നമ്മുടെ ഭീംറാവു എന്ന് പറയുന്ന, സക്പാൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി, ആ ശിഷ്യൻ ആ ഒരു പേരിൽ നിന്നും ഭീംറാവു അംബേദ്കർ ബൻ ഗയേ, ഭീംറാവു അംബേദ്കറായി മാറി. ചുരുക്കത്തിൽ ആ അംബേദ്കർ എന്ന പേരുള്ള ആ അധ്യാപകരുമായിട്ടുള്ള ഈ ഭീംറാവുവിൻ്റെ ബന്ധം തൻ്റെ അധ്യാപകൻ്റെ പേര് തൻ്റെ പേരായി മാറുന്നതിലേക്ക് നയിച്ചു എന്നർത്ഥം. അങ്ങനെയാണ് ഭീംറാവു അംബേദ്കറായി മാറിയത്. താലീം ഹാസിൽ കർനെ കെ ലിയെ, വിദ്യാഭ്യാസം നേടാൻ വേണ്ടി അംബേദ്കറിന് കൈ രഖാവുഡോം കാ സാമന കർണ പട. രഖാവുഡോം എന്ന് പറഞ്ഞ തടസ്സങ്ങൾ, ഒരുപാട്, റുഖാവുഡോം എന്നാ പറയുക, റുഖാവുഡോം ധാരാളം തടസ്സങ്ങൾ സാമന കർണ പട, അഭിമുഖീകരിക്കേണ്ടി വന്നു. മഗർ പക്ഷേ ഉൻകെ ദിൽമേ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇൽം ഹാസിൽ കർനെ കാ ഷൗഖ്, വിദ്യാഭ്യാസം നേടാനുള്ള താല്പര്യം, ഷൗഖ് അതിയായ താല്പര്യം, ഓർ മെഹനത് കാ ജസ്ബാദ, അതുപോലെ തന്നെ അധ്വാനിക്കുവാനുള്ള ഒരു ത്വര അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ വോ ആകെ ഹി പഠത്തെ ഗയെ, അദ്ദേഹം മുന്നോട്ട് തന്നെ ഗമിച്ചു. ആകെ പഠന മുന്നോട്ട് ഗമിക്കുക. ആഖർക്കാർ, അങ്ങനെ അവസാനം ആല തേലീം കേലിയെ, ഉയർന്ന ഹയർ സ്റ്റഡീസിന് വേണ്ടി ഉനേം അദ്ദേഹത്തിന് ഇംഗ്ലിസ്ഥാൻ ജാനെ കാ മോക്ക മിൽ ഗയ, ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചു. ഇംഗ്ലണ്ടിൽ നിന്നും വാപ്പസി കെ ബാദ്, തിരിച്ചു വന്നതിന് ശേഷം ഡോക്ടർ അംബേദ്കർ മുൽക്ക് സെ ചൂത് ചാത്, രാജ്യത്തിൽ നിന്നും ചൂത് ചാത്, അയിത്തവും ഓർ റാത് പാത് കി തഫ്രീഖ്, ജാതി വിവേചനവുമൊക്കെ മഠാനെ കേലിയെ, അതൊക്കെ തുടച്ചു നീക്കാൻ വേണ്ടി, ഉച്ചാടനം ചെയ്യാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്തു അദ്ദേഹം, മിഠാനെ കേലിയെ നടത്തും, അത് തുടച്ചു നീക്കാൻ വേണ്ടി അദ്ദേഹം കോശിഷീം ശുറൂ കർദേ, ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. കോശിഷീം എന്ന് പറഞ്ഞാൽ ശ്രമം. ചൂത് ചാത് കി ഇസ് ലാനത്നെ, പിന്നെ എന്താ പറയുക, അയിത്തത്തിൻ്റെ, തൊട്ടുകൂടായ്മയുടെ ഈ ശാപം, തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഈ ശാപം മുൽക്കോ, രാജ്യത്തെ കാഫി നുക്സാൻ പഹുഞ്ചായ, രാജ്യത്തിന് പൂർണ്ണമായ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വരുത്തി വച്ചിരിക്കുന്നത്. ഉസ്കി വജാസെ, ആ അയിത്തം കാരണം മുൽക്ക് കാ ഏക് ബഡാ തബക്ക, രാജ്യത്തിൻ്റെ വലിയൊരു വിഭാഗം ഗർബത്ത് ഓർ ജഹാലത്ത് കാ ശിക്കാർ രഹ, ദാരിദ്ര്യത്തിൻ്റെയും അജ്ഞതയുടെയും ഇരകളായി മാറിയിരിക്കുകയാണ്. അംബേദ്കർ അപ്പനെ ജൈസെ കംസോർ ഇൻസാനോ പർ ഹോനെ വാലെ സുൽം, അംബേദ്കർ തന്നെ പോലെയുള്ള അപ്പനെ ജൈസെ, തന്നെ പോലെയുള്ള കംസോർ ഇൻസാനോ പർ, ബലഹീനരായ, കംസോർ എന്ന് പറഞ്ഞാൽ ബലഹീനനായ മനുഷ്യരുടെ മേൽ ഹോനെ വാലെ സുൽം, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, ഓർ നാ ഇൻസാഫിയോം കെ, അതുപോലെ തന്നെ അനീതികൾക്കുമൊക്കെ എതിരെ, അതിനൊക്കെ എതിരെ ആവാസ് ഉടായി, ശബ്ദമുയർത്തി അദ്ദേഹം. ഖാവും ഗ്രാമാന്തരം, ഓർ ഷഹർ പട്ടണങ്ങൾ, എന്താ പറയുക, പട്ടണങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് ജാക്കർ പോയിട്ട്, ലോകോംകു, ആളുകളെ ബേദാർക്കി, അദ്ദേഹം ജാഗരൂകരാക്കി, ബോധവൽക്കരിച്ചു. ഈ ജാതീയതക്കെതിരെ, ഇത്തരം ഡിസ്ക്രിമിനേഷനെതിരെ, വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി ആളുകളെ ബോധവാന്മാരാക്കി. ഉൻകെ ദിൽസെ, അവരുടെ ഹൃദയങ്ങളിൽ നിന്നും, ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്നും ഖൗഫ് ദൂർക്കിയ, അദ്ദേഹം ഭയം എന്ന് പറയുന്ന ശത്രുവിനെ അകറ്റി, തുടച്ചു നീക്കി. ഓർ ഇൻമേം, അവരിൽ ഖുദ് എഴുത്തിമാദി പൈതാക്കി,
അവരിൽ അദ്ദേഹം ഖുദ് എഴുത്തിമാതി ആത്മവിശ്വാസം പൈതാക്കി ജനിപ്പിച്ചു. ഡോക്ടർ അംബേദ്കർ കാ ഖയാൽ ദാ, ഡോക്ടർ അംബേദ്കർ ചിന്തിച്ചിരുന്നത് സമാജമേ സമൂഹത്തിൽ ബഇസ്സത്ത് ജിന്ദഗി ഗുസാർനെ കെ ലിയെ, അദ്ദേഹം ചിന്തിച്ചിരുന്നത് ബഇസ്സത്ത് ജിന്ദഗി ഗുസാർനെ കെ ലിയെ, അന്തസ്സാർന്ന അഭിമാനമാർന്ന ജീവിതം നയിക്കാൻ, സമൂഹത്തിൽ അഭിമാനമാർന്ന അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ താലീം ബേഹദ് ജറൂരി ഹെ, വിദ്യാഭ്യാസം അത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്, അദ്ദേഹം ചിന്തിച്ചിരുന്നത്. താലീം ബഹുത് സി ബുറായിയോം കോ ഖത്തം കർ ദേത്തി ഹെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ധാരാളം അധിക ബുറായിയോം കോ, അധിക തിന്മകളെയും ഖത്തം കർ ദേത്തി ഹെ, ഉച്ചാടനം ചെയ്യും, നിഷ്കാസനം ചെയ്യും. ഉനോംനെ, അദ്ദേഹം കംസോർ തബക്കോം കി, ബലഹീനരായ ആളുകളുടെ വിഭാഗത്തിൻ്റെ താലീം കേലിയ, വിദ്യാഭ്യാസത്തിന് വേണ്ടി കൈ ഇധാരെ കായിം കി, ധാരാളം സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. സ്കൂൾ ഓർ കോളേജ് സ്കൂളുകളും കോളേജുകളും തുറന്നു. മർദോം കെ സാത്ത്, പുരുഷന്മാരോടൊപ്പം തന്നെ ഔറത്തോം കി തറക്കി പർ ബി തവജ്ജാദി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. തറക്കീപ്പർ, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും തവജ്ജാദി, അദ്ദേഹം എന്ത് ചെയ്തു, ശ്രദ്ധ തിരിച്ചു എന്നർത്ഥം. ഇൻകേലി, ഇതിനു വേണ്ടി സമാജമേം, സമൂഹത്തിൽ ബരാബരി കെ ഹുക്കൂക്കി വക്കാലത്ത് കി, അദ്ദേഹം സമൂഹത്തിൽ ബരാബരി കെ ഹുക്കൂക്ക്, സമത്വാവകാശത്തിന് വേണ്ടി, തുല്യാവകാശങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് കി, അദ്ദേഹം വാദിച്ചു. ഡോക്ടർ അംബേദ്കർ ഹമേഷ എപ്പോഴും കൗമി ഇത്തിഹാദ് ഓർ യഖാംഗത്ത് പർ സോർ ദിയ, കൗമി ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ദേശീയ ഐക്യം, ഓർ യഖാംഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തുല്യതയ്ക്ക് വേണ്ടിയും ദേശീയ ഐക്യത്തിന് വേണ്ടിയും ദേശീയമായ തുല്യതയ്ക്ക് വേണ്ടിയും സോർ ദിയ, അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. ഉൻകാ അഹം കാർനാമേ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർനാമേ, ശ്ലാഘനീയമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഹമാരെ മുൽക്ക് കാ ദസ്തൂർ ഹെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ്. ജബ് ഹമാരാ മുൽക്ക് ആസാദ് ഹുവാത്തോ, നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത്, സ്വാതന്ത്ര്യം നേടിയപ്പോൾ, സ്വതന്ത്രമായപ്പോൾ, ഉസ്കാ ദസ്തൂർ ബനാനേക്ക്, അതിൻ്റെ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ദമ്മേധാരി, അതിൻ്റെ ഉത്തരവാദിത്വം, ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടർ അംബേദ്കർക്കോ സോപ്പനി ഗൈ, ഡോക്ടർ അംബേദ്കറിൽ വന്നു ചേർന്നു. ഇസീലിയെ, അതിനുവേണ്ടി ഉനേം അദ്ദേഹം ഭാരത് കെ ദസ്തൂർ കാ മ്യാമാർ, അതുകൊണ്ട് തന്നെയാണ് ഉനേം അദ്ദേഹം ഭാരത് കെ ദസ്തൂർ കാ മ്യാമാർ കഹാ ജാത്താ ഹെ, ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പി, മ്യാമാർ എന്ന് പറഞ്ഞ ശില്പിയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത്. ഭാരത് കായെ അസീം റഹ്നുമ, ഭാരതത്തിൻ്റെ ഈ ഉന്നതനായ ലീഡർ, നേതാവ്, റഹ്നുമ എന്ന് പറഞ്ഞ നേതാവ്, 7 दिसंबर 1954 को इस दुनिया से चल बसा, ഈ അദ്ദേഹം, ഈ ഉന്നതനായ ലീഡർ 1954 ഡിസംബർ 6 ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിട പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.